എന്താ അങ്ങനെ പറഞ്ഞത്? ഇതങ്ങനെ ഒരു കാര്യമായോണ്ടാ. ആണോ? ആ ഓ, എങ്കിലേ ഈ പാല് മുഴുവൻ കുടിച്ച ശാരദാമ്മ സത്യം പറയാം. ഉറപ്പാണല്ലോ. ഉറപ്പ്. ആ, മിടുക്കി കുട്ടി. ആ, ഇനി മോള് ചോദിക്കേ, എന്താ മോക്ക് അറിയണ്ടേ? ശാരദാമ്മേ, വിഷ്ണു അച്ഛനും ചേച്ചിയമ്മേലെ എന്റെ ശരിക്കുള്ള അച്ഛനമ്മേ? ഞാനപ്പോ ഇനി അച്ഛന്നോ അമ്മയെന്നോ അല്ലേ അവരെ രണ്ടുപേരും വിളിക്കേണ്ടത്? അങ്ങനെ ഒരു മാറ്റവും വരുത്തണ്ട. മോക്ക് എന്താന്ന് വെച്ചാ വിളിക്കാം. അച്ഛാന്നോ, വിഷ്ണു അച്ഛാന്നോ, അമ്മയെന്നോ, ചേച്ചി അമ്മയെന്നോ, ഇനി ഇതുവരെ എന്തായിരുന്നോ വിളിച്ചോണ്ടിരുന്നത് അങ്ങനെയും വിളിക്കാം. ഇപ്പൊ എല്ലാവർക്കും എല്ലാം അറിയാലോ. അത് നമ്മുടെ മനസ്സിലുണ്ടായാ മതി. പുറമേ പറഞ്ഞ ആരെയും വിഷമിപ്പിക്കണ്ട. പ്രത്യേകിച്ച് രോഹിത്തിനെ, ശ്യാമേ. അവരെയും അച്ഛാന്നോ അമ്മയെന്ന് തന്നെ വിളിക്കല്ലേ? അങ്ങനെ പാടൂ. അല്ലെങ്കിൽ അവർക്ക് വിഷമാവൂലേ? ഇപ്പൊ എല്ലാം മനസ്സിലായി. ആ പിന്നെ ശാരദാമ്മേ, വിഷ്ണു അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, നേരിട്ട് അച്ഛാന്ന് വിളിക്കാൻ. എവിടെ ശാരദാമ്മേ വിഷ്ണു അച്ഛൻ? വിഷ്ണു അച്ഛൻ വരും. നിങ്ങൾ രണ്ടു മക്കളെയും കാണാൻ വേണ്ടി വരും. മോള് ഈശ്വരനോട് നന്നായി പ്രാർത്ഥിക്കും വിഷ്ണു അച്ഛൻ വരാൻ വേണ്ടി. പതുക്കെ കഴിക്കടി. കഴിച്ചിട്ട് എവിടെ പോകാൻ പോകുന്നു? ആ മൊബൈലിൽ കുത്തിപ്പിടിച്ചിരിക്കാനല്ലേ? ഒന്ന് കഴിക്കാൻ സമ്മതിക്കോ? ഓ, കഴിക്ക് കഴിക്ക്. ഡാ, നീ എന്താ കറികളൊന്നും കൂട്ടാത്തത്? ആ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണല്ലോ കൂർക്കയെ തേങ്ങ കൊത്തിട്ടുണ്ടാക്കുന്നത്. എന്നിട്ട് നീ അത് തൊട്ടിട്ടേ ഇല്ലല്ലോ. യവനിപ്പോ യവന്റെ പഴയ ശീലങ്ങളൊക്കെ മറന്നിരിക്കുക. എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാ. ഇനി അവൻ നമ്മളെ എപ്പോഴും അടി മറന്നു പോകുന്നത്. അവന് കൂർക്ക വേണ്ടെങ്കിൽ വേണ്ട, നീ എനിക്കിട്. നീ ഇങ്ങനെ ഏത് സമയത്തും വീട്ടിൽ തന്നെ കുത്തിയിരിക്കണമെന്നൊന്നുമില്ല. ഇടയ്ക്ക് ഓഫീസിലോട്ടൊക്കെ ഒന്ന് പോവാം. പിന്നെ നിന്റെ ആ കൂട്ടുകാരനുണ്ടല്ലോ, എന്തുവാ അവന്റെ പേര്? എടാ, നിന്റെ എർത്തായിട്ട് ഒരുത്ത് നടക്കുന്നില്ലേ, അവന്റെ പേരെന്താന്ന്? പേര് ഇവൻ എന്തുവാടി, ഉള്ള ബോധവും പോയോ? അച്ഛാ, കുട്ടി. ആ, കുട്ടി. അവനെ ഒന്ന് വിളിപ്പിക്കണം. യവനെയും കൊണ്ട് ഇവരുടെ പഴയ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചുറ്റിക്കാൻ കൊണ്ടുപോകണമെന്ന് പറയണം. മോനെ ശിവ, നീ എന്താ ഒന്നും കഴിക്കാതിരിക്കുന്നത്? വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടോ അമ്മേ? ആ എടാ, ഇതൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാ. ഈ പയർത്തോരനും കൂർക്കക്കറിയൊക്കെ നീ വാരി വാരി കഴിച്ചോണ്ടിരുന്നല്ലേ? അല്ല, നല്ല ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കിട്ടോ, നല്ല വറുത്ത് പൊടിച്ചത്. അല്ലെങ്കിൽ അത് വേണ്ട, നല്ല മാമ്പഴ പുളിശ്ശേരി. എനിക്ക് എവിടുന്നാ കഴിച്ചെന്നറിയില്ല, പക്ഷെ എനിക്കതിന്റെ രുചി എന്റെ മനസ്സിലുണ്ട്. നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് അവല് നനച്ച് തരുമോ? ഏതോ ഒരു കടയിൽ നിന്ന് കഴിച്ചതാ, പക്ഷെ ഏത് കടയിൽ നിന്നാണെന്ന് ഓർമ്മയില്ല. പക്ഷെ ആ രുചി എന്റെ നാവിന്റെ തുമ്പിലുണ്ട്. അവല് നനച്ചതോ? ആ, കണ്ണടച്ച് കിടക്ക് മക്കളെ, അപ്പൊ ഉറക്കം വരും. അച്ഛൻ എന്താ അമ്മേ വരാത്തെ? അച്ഛന് നമ്മളൊന്നും വേണ്ടേ? അച്ഛൻ വരും മോളെ. അച്ഛൻ നമുക്കൊക്കെ വേണ്ടി എന്തൊക്കെയോ ജോലി എടുക്കാൻ പോയിരിക്കുക. ഞാൻ ഇന്നലെ വിഷ്ണുഅച്ഛന് സ്വപ്നം കണ്ടു, നമ്മളെല്ലാരും ബീച്ചിൽ നിൽക്കുന്നതായിട്ട്.
അച്ഛൻ ബീച്ചിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അച്ഛൻ വരട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. ഉം? അച്ഛൻ ഇനി എന്ന് വരാനാ? ഞങ്ങൾക്ക് നാളെ തന്നെ ബീച്ചിൽ പോണം. ശരിയാ, ഞങ്ങൾക്ക് നാളെ തന്നെ ബീച്ചിൽ പോണം. ശരി, സമ്മതിച്ചു. രണ്ടുപേരെയും നാളെ ബീച്ചിൽ കൊണ്ടുപോവാം. ഉം? ഇപ്പൊ രണ്ടുപേരും കിടന്നുറങ്ങാം. അച്ഛൻ പറ്റിച്ച പോലെ അമ്മയെ ഞങ്ങളെ പറ്റിക്കല്ലേ? ഇല്ല, അമ്മ നിങ്ങളെ നാളെ കൊണ്ടുപോയിരിക്കും. ഉം? ഇപ്പൊ മക്കൾ ഉറങ്ങാം. രോഹിത് ഇതുവരെ വന്നില്ലേ? ഇല്ലമ്മേ. സമയം ഒരുപാടായടി. ആ, ഞാൻ കിടക്കാൻ പോവാ. വരുന്നവര് വന്ന് ബെല്ലടിക്കട്ടെ. എഴുന്നേറ്റാ ചെന്ന് കഥ ഓർക്കും. ഇല്ലെങ്കിൽ പുറത്ത് കിടക്കട്ടെ. ഓക്കേ. എടേ ശ്യാമേ, എടേ ശ്യാമേ, ശ്യാമേ വന്നു തോന്നുന്നു. എവിടെ പോയി കിടക്കുന്നത്? തുറക്കണേ. ചെന്ന് വാതിൽ തുറക്കടി. ശ്യാമേ, തുറക്കാൻ.